ഫിലിംസ് ചെയ്തിട്ടില് ഒരു പ്രൗഡ് മൂവ്മെന്റ് സിജുവിന് സോഫാർ തോന്നിയിട്ടുള്ളത് ഏതാണ്? വാസന്തി. correct. അത് ചോദിക്കണമെന്ന് വിചാരിച്ചു. അത് ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ മൂവി അല്ല ഫെസ്റ്റിവൽ മൂവി പോലെ ചെയ്തു. അതിനോട് വരാനുള്ള ഒരു കാര്യം എന്താ പറയാ, എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് എന്റെ സംവിധായകർ. റഹ്മാൻ ബ്രദേഴ്സ് എന്നാണ് പറയുന്നത്. ഷിനോസ് റഹ്മാൻ ആൻഡ് സജാസ് റഹ്മാൻ, 2 ബ്രദേഴ്സാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. ഞാനും അതിൽ മൂത്ത ബ്രദർ ഷിനോസ് റഹ്മാൻ. സ്കൂളിങ് ഒരുമിച്ചായിരുന്നു. അവൻ ബേസിക്കലി എഡിറ്ററാണ്. അവർ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കളിപ്പാട്ടക്കാരൻ എന്ന് പറഞ്ഞൊരു സിനിമ അതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, വാസന്തിക്ക് മുന്നേ. അപ്പം അത് നെറ്റ്ഫ്ലിക്സ് ഇവിടെ അധികം പോപ്പുലർ ആവുന്നതിന് മുമ്പ് നെറ്റ്ഫ്ലിക്സ് എടുത്ത മൂവിയായിരുന്നു. അപ്പം അതിൽ നിന്നൊരു വരുമാനം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ ചെയ്തൊരു സിനിമയായിരുന്നു. അപ്പോൾ ആ വരുമാനത്തിൽ നിന്ന് തുടങ്ങിയതാണ് വാസന്തി എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട്. അപ്പോൾ അവരുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് സിനിമ ചെയ്തത്. അങ്ങനെ എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു, അത് തീരുന്നില്ല വർക്ക്. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തു, ഒരുപാട് പ്രൊഡക്ഷൻ ടീമുകളൊക്കെ അപ്രോച്ച് ചെയ്തിട്ടും ആരും വില്ലിങ് ആവുന്നില്ല, അല്ലെങ്കിൽ ആരും ഒരു പോസിറ്റീവ് ഇത് ആരും കിട്ടുന്നില്ല. ഭീകര എന്താ പറയാ, ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല അങ്ങനത്തെ ഒരു സിനിമയ്ക്ക്. അപ്പോൾ അങ്ങനെ ഇത് ഒരുപാട് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനാണ് പറഞ്ഞത്, ഞാനത് ടേക്ക് കെയർ ചെയ്തിട്ട് ഞാൻ ബാക്കി കംപ്ലീറ്റ് ചെയ്ത് തീർത്ത് കാരണം ഞാൻ ആ സിനിമ കാണുകയും ചെയ്തിരുന്നു. സ്ക്രീൻ പ്ലേ വായിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അറിയാം. പിന്നെ സുഹൃത്തുക്കളാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് തൊബാമ എന്നൊരു മൂവിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 10 കിലോ ഞാൻ വെയിറ്റ് റെഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഭയങ്കര പ്രോപ്പർ ഡയറ്റും ഭയങ്കര ഇതായിട്ട് പോയിക്കൊണ്ട്, അപ്പം നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് വന്നുകൊണ്ടിരിക്കണം. കാരണം പക്കയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവരാണെങ്കിൽ ഭയങ്കര റോ ആയിട്ട് അതിനകത്ത് സിനിമ പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അതിനകത്തെ ക്യാരക്ടർ സുഗു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ ഒരു കള്ളനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ ഇതെങ്ങനെ ഇതിലേക്ക് ഇന്നാവുന്നൊക്കെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് രാവിലെ കുളിക്കാണ്ട് ഇറങ്ങും വീട്ടിൽ നിന്ന്. അങ്ങനെയായിരുന്നു. ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് മാത്രം ഇറങ്ങും. അപ്പൊ അങ്ങനെയാണ് ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തത്. അപ്പൊ ആ സിനിമ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഫാദറിനാണ് സിനിമ ഭ്രാന്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ വിൽസൺ പിക്ചേഴ്സ് എന്നാണ് എൻ്റെ പ്രൊഡക്ഷൻ്റെ പേര്. ഫാദറിന്റെ പേരിലാണ് വിൽസൺ പിക്ചേഴ്സ്. അപ്പൊ അങ്ങനെ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള 50th കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ആണ്. ബെസ്റ്റ് പിക്ചറിനുള്ള അവാർഡുണ്ട്, ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്ക് ഉണ്ട്, ബെസ്റ്റ് ശരിക്കും ഈ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമുക്ക് ഈ പടം എവിടെയെങ്കിലും റെക്കഗ്നൈസ്ഡ് ആവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വർഷം നമ്മൾ IFFK ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ സെലക്ട് ആയില്ല IFFK. അപ്പം ഞാനും വിചാരിച്ചു ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് എന്തുകൊണ്ട് സെലക്ട് ആയില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നെക്സ്റ്റ് ഇയർ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചിട്ട് IFFK സ്ക്രീൻ ചെയ്തു. ശരിക്കും അത് അങ്ങനെ ആ ഒരു പ്രൊസീജിയറിൽ പോയപ്പോ ഭയങ്കര ഒരു അഭിമാനം തോന്നി. പിന്നെ ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. ഞാൻ ആ സമയത്ത് 19ാം നൂറ്റാണ്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും. ഞാൻ ജിമ്മില് വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ലൈവ് കാണുന്നത്. അപ്പത്തുള്ള റിയാക്ഷൻ ചെയ്തോണ്ടിരുന്ന ജിമ്മലെടുത്ത് ഓടിയോ? ഓടി, നേരെ അവന്മാരുടെ അടുത്തേക്ക് ഓടി. നമ്മൾ ഇത്രയും, അതായത് എന്തെങ്കിലും റെക്കഗ്നേഷൻ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ബെസ്റ്റ് പിക്ചർ ആൻഡ് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, അതുപോലെ തന്നെ ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് ശ്വാസിയേക്ക് കിട്ടി. അപ്പോൾ എന്താ, ഒരു റെക്കഗ്നേഷൻ മാത്രം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നിടത്ത് 3 അവാർഡും. അതിന്റെ ഒരു സക്സസ് ആലോചിച്ച് നോക്കും. ആദ്യം IFFK അയച്ചിട്ട് റിജക്റ്റഡ് ആയ മൂവിയാണ്, പിന്നെ അത് പാനലിലേക്ക് ചെല്ലാന്ന് പറയുന്നത് സംതിങ് എന്താ പറയാ, പ്രൗഡ് മൊമെന്റ്, ഒരു ചെറിയൊരു ഹീറോയിക് മൊമെന്റ്, വിഷ്വൽ ചെയ്തു. അതൊരു ഹീറോ പോലെയൊക്കെ ചെന്ന് നിൽക്കുന്നവരെ ആലോചിച്ചേ. Highlighting the year end. ഡിജിറ്റൽ ലോകം ഒന്നാകെ ഒരു വേദിയിൽ ഒരുമിക്കുന്ന നിമിഷം. അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഡിസംബർ 28 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക്. അതേപോലെ ഇനിയും അതേപോലത്തെ ചാൻസസ് ഉണ്ട്. ഇപ്പൊ നമ്മള് അടുത്ത് സിനിമ ചെയ്തു, അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ കഴിഞ്ഞു. ഇപ്പൊ ഫൈനൽ മിക്സ് റഹ്മാൻ ബ്രദേഴ്സിന്റെ തന്നെ സിനിമ. ഞങ്ങള് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സംവിധായകർ പറയുന്ന ഒരു പണ്ടത്തെ പാരീസ് മിഠായില്ലേ, ഗ്രീൻ കളറിലെ കവറുള്ളത്, അതിങ്ങനെ വായിലിട്ട് ഇങ്ങനെ നുണഞ്ഞിങ്ങനെ കഴിച്ചിങ്ങനെ പോകുമ്പോഴൊരു സുഖമില്ലേ, അങ്ങനത്തെ ഒരു ലവ് സ്റ്റോറിയാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഭയങ്കര ഹിറ്റ് ആവുക അല്ലെ? നമ്മുടെ പഴയകാല മെമ്മറീസ് ഹിറ്റാവോ ഇല്ലയൊന്നും അറിയില്ല. ഞങ്ങളൊരു 10 ദിവസം കൊണ്ടാണ് സിനിമ ഷൂട്ട് ചെയ്തത്. പക്ഷെ വർക്ക് കഴിഞ്ഞു, എന്റെ ഫൈനൽ മിക്സും പരിപാടികളും നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അത് ഇങ്ങോട്ടേക്ക് കഴിക്കണം എന്നുള്ള ആലോചനയിലാണ്. പക്ഷെ അതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 days കൊണ്ട് നമ്മൾ എല്ലാവരും ക്രൂവും എല്ലാവരും ഫുൾ ഓൺ നിന്നിട്ട്
അത് തീർക്കാന്ന് പറഞ്ഞാൽ, പക്ഷെ അത് ഒരിക്കലും നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. 10 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണ് നമ്മുടെ ടീം എന്ന് പറയുന്നത്. റഹ്മാൻ ബ്രദേഴ്സ് ആയിക്കോട്ടെ, എൻ്റെ DOP ആയിട്ടുള്ള മുകേഷ് മുരളീധരനാണ്. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, വരണ ആവശ്യമുണ്ട്, ഉയരെ, ഇതൊക്കെ ചെയ്ത സിനിമാറ്റോഗ്രാഫറാണ്. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പഠിച്ചതാണ്. ഞാൻ, മുകേഷ്, ഷിനോസ് റഹ്മാൻ. അപ്പൊ ഞങ്ങള് ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര ബെസ്റ്റാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. തമ്മിലുള്ള വേവ് ലെങ്ത് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യാൻ നോക്കും അല്ലെ? എന്താ ഉള്ള ഒരാളുള്ളിൽ ഭയങ്കര ക്രിട്ടിസൈസേഷൻ ആണ്. അത് വേണമല്ലോ, ക്രിട്ടിസൈസേഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും പറയും. അത് അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള. അപ്പൊ ഇത് 10 days മൂവി. അപ്പൊ ഇതേപോലെ പല കൊമേഴ്ഷ്യൽ മൂവീസിനോട് ഉണ്ട്, അതിലേക്ക് ഇറങ്ങാനുള്ള പരിപാടി അതിന്റെ സ്റ്റെപ്പ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഇത് കഴിഞ്ഞിട്ടാണോ? ഇത് കഴിഞ്ഞിട്ടുണ്ടോ? അതെങ്ങനത്തെ ആയിരിക്കും? അതറിയില്ല, സംഭവിക്കാന്നുള്ളതാണ്. ഇത് തന്നെ സംഭവിച്ചെന്ന് ആക്ച്വലി നമ്മള് വേറൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുന്നിരുന്നത്. ഒരു മരണ വീടും അങ്ങനെ സംഭവമൊക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊരു ക്യാരക്ടർ റോളാണ് ഞാൻ ചെയ്യാറുന്നത്. ഇപ്പം നമ്മൾ തന്നെ, ഞാൻ തന്നെ വിൽസൺ പിക്ചേഴ്സിന്റെ പ്രൊഡക്ഷനിൽ അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ കാസ്റ്റിംഗ് കോളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് മ്യൂസീഷ്യൻസിന് ആവശ്യമുണ്ടായിരുന്നു, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കേണ്ട ആളുകളുണ്ട്. അപ്പോൾ അതിന് ഒരു ലോങ് പ്രോസസ്സാണ്, ഭയങ്കര മ്യൂസിക്കലായിട്ടുള്ള പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ക്രീൻ പ്ലേ കൂടിയാണ്. എനിക്കത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള സ്ക്രീൻ പ്ലേ ആണ്. അപ്പൊ അതിന് ഒരു ലോങ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അങ്ങനെ, അതെ, അതുകൊണ്ട് മാത്രമല്ല അതിനായിരുന്നു ഇരുന്നിരുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ധ്യാന്റെ കൂടെ, പോലീസ് ഓഫീസറായിട്ട്. അപ്പൊ അത് പാലക്കാട് ഷൂട്ട് കഴിഞ്ഞിട്ട് എന്റെ പാക്കപ്പ് ആയി കഴിഞ്ഞപ്പോ മീശയാണല്ലോ, എനിക്ക് മീശ കുറെ നേരം എനിക്ക് ഭയങ്കര പ്രായം ഫീൽ ചെയ്യണോ, എനിക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി തോന്നും. അപ്പൊ ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ മീശയുടെ ആവശ്യം പിന്നീട് അപ്പൊ തന്നെ ഞാനത് ട്രിം ചെയ്ത് കളയും. ഞാൻ രാത്രി ട്രിം ചെയ്തിട്ട് പിറ്റേ ദിവസം പ്രൊഡക്ഷൻ ഹൗസിൽ വന്നപ്പോ ഇവരുടെ മുമ്പിൽ വന്നപ്പോ അവരുടെ മൂവിയുടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്നെ ഈ ലുക്കി കണ്ടു കഴിയുമ്പോഴത്തേക്കും ട്രിമ്മൊക്കെ ചെയ്താണ്, കൊള്ളാലോ. നെക്സ്റ്റ് ഡേ ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഇവർ പറയുന്നത്, അതെ നമ്മൾ മറ്റേ പടമല്ല ഷൂട്ട് ചെയ്യുന്നത്, നമ്മൾ അന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു സാധനമില്ലേ, മറ്റേ സൗണ്ടും ഇതൊക്കെ ചെയ്യുന്ന പയ്യനും, ഒരു സ്റ്റേജ് പ്ലേ ചെയ്യുന്ന ഒരു പെൺകുട്ടിയും, അതുപോലെ തന്നെ ഒരു സൗണ്ട് ആൻഡ് എന്താ പറയുക ലൈറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു പയ്യൻ. സാധാരണ സൗണ്ട് ആൻഡ് KM സൗണ്ട് അങ്ങനെ സൗണ്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവല്ലോ, ചെറിയ എന്ത് പരിപാടികൾക്കും ലൈറ്റൊക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാർ. ആ ഒരു പയ്യനും തമ്മിലൊരു ലവ് സ്റ്റോറിയാണ്. ഇത് പണ്ട് പറഞ്ഞേക്കുന്നതാണ്. അപ്പൊ അതിന് പെട്ടെന്ന് ഈ ലുക്ക് കണ്ടപ്പോഴത്തേക്ക് ഇതിനാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. നമ്മൾ ഡിസംബർ ക്രിസ്മസ് ടൈമിലാണ് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് ടൈമിലാണ് ഷൂട്ട് കഴിഞ്ഞ് വരുന്നത്. അവിടുന്ന് ഡിസിഷൻ എടുക്കുന്നു പെട്ടെന്ന്, ഓക്കെ എന്നാ പിന്നെ റെഡി എന്ന് പറയുന്നത്. ജനുവരി 9 ഷൂട്ട് തുടങ്ങുന്നു, 18 19 ആയപ്പോഴത്തേക്കും തീർന്നു. എന്തായാലും ഇന്ന് ക്രിസ്മസ് അല്ലേ, കുറെ നേരം സംസാരിച്ചു. ഇനി ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ സിഗ്നേച്ചർ ഡിഷ് വേണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. സിഗ്നേച്ചർ ഡിഷ് എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. വെരി സോറി, ഇന്ന് സിഗ്നേച്ചർ ഡിഷും അല്ല. എന്താണെന്നറിയാമോ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് എന്റെ സിഗ്നേച്ചർ ഡിഷസ് ചെയ്തോണ്ടിരിക്കുവല്ലേ. അപ്പം ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം വെജ് ഒന്ന് പറ്റിച്ചു. ഞാനൊക്കും എന്നെ വിളിച്ചു പറയുന്നതേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇന്നിപ്പോ എന്നാ ചെയ്തോന്നറിയാമോ? കറക്റ്റ്. ഇന്നിപ്പോ എന്നാന്നറിയാവോ, ഈ ചട്ടയും മുണ്ട് കൊടുത്തത് തന്നെ കാര്യം എന്നാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതേ കൂട്ട് തന്നെയാ. എനിക്ക് അമ്മച്ചിയുടെ ഒരു ബുക്ക് കിട്ടി, എന്റെ അമ്മാമ്മച്ചിയുടെ. അപ്പൊ ആ ബുക്കിനകത്ത് അമ്മച്ചി കുറെ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ട്രഡീഷണൽ ആയിട്ട് കിട്ടുന്ന ആ റെസിപ്പീസ് അല്ലേ, അത് ഈ പറഞ്ഞാൽ എനിക്ക് മാത്രം പഠിച്ചാൽ പറ്റത്തില്ലല്ലോ, എന്റെ പ്രേക്ഷകരും കൂടെ പഠിക്കണ്ടായോ. അതിനകത്ത് സാക്ഷി സിജു ഇന്ന് പ്രത്യേക ദിവസം ആവുകയും വേണമല്ലോ. അപ്പൊ അവരുടെ ഒരു ബ്ലെസ്സിങ് സിജുവിനും കൂടെ കിട്ടട്ടെ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് ട്രൈ ചെയ്താലോ? എന്നാ വരും. സസ്പെൻസ് ഒന്നുമില്ല, നല്ല രുചിയായിട്ടൊരു സാധനം.